വെൽക്കം. റഹ്മാനാണ്. ഗ്ലൂക്കോസ് ഓർ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ബയോകെമിസ്ട്രിയിൽ ഈ വീഡിയോ ഗ്ലൂക്കോനിയോജെനിസിസിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ നിയോ ഗ്ലൂക്കോജെനിസിസ് എന്ന് പറഞ്ഞാലും ഓക്കെയാണ്. സോ നമുക്ക് ഡിഫൈൻ ചെയ്യണം, ഡെഫിനിഷൻ പറയണം, സ്റ്റെപ്സ് പറയണം, റിയാക്ഷൻസ് പറയണം, എൻസൈംസ് പറയണം, ഹൗ ഇറ്റ് ഈസ് റെഗുലേറ്റഡ് എന്നുള്ള കാര്യം പറയണം, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ഗ്ലൂക്കോസ് ആണ് ഉണ്ടാവുന്നത്. എവിടെ നിന്നാണ് എന്നുള്ളതാണ് കാര്യം. നോൺ കാർബോഹൈഡ്രേറ്റ് പ്രിക്കഴ്സേഴ്സ് അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ്സ്, അതിൽ നിന്നാണ് ഉണ്ടാവുന്നത്. സോ കാർബോഹൈഡ്രേറ്റ് അല്ലാത്ത മറ്റ് സംഭവങ്ങളിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് ഫാറ്റിൽ നിന്നുണ്ടാക്കാം, പ്രോട്ടീനിൽ നിന്നുണ്ടാക്കാം, മറ്റ് സംഭവങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാക്കാം. സോ എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ്? ഇത് നടക്കേണ്ടി വരുന്നത് എപ്പോഴാണ്? ഗ്ലൂക്കോസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജൻ സ്റ്റോറിലാണ് നമ്മൾ ഗ്ലൂക്കോസ് സൂക്ഷിച്ചു വെക്കും. അത് തീർന്നപ്പോഴാണ് സ്റ്റാർവേഷൻ, ഭക്ഷണം ഒന്നും കഴിക്കാതെ ഇരിക്കുന്ന സമയം. ഒരു 10 to 12 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗ്ലൈക്കോജൻ തീർന്നു. 16 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഗ്ലൈക്കോജൻ ഫുള്ളി തീർന്നു. നമുക്ക് ഗ്ലൂക്കോനിയോജെനിസിസിലേക്ക് പുതിയ രീതിയിൽ ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. സോ അപ്പോൾ ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ ശരീരം സ്വീകരിക്കുന്ന പുതിയ സ്റ്റെപ്പാണ് ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന് പറയും. സോ നമ്മുടെ ശരീരത്തിലെ പല ആൾക്കാർക്കും ഗ്ലൂക്കോസ് തന്നെ വേണം അല്ലെ. ഇപ്പൊ ബ്രെയിനിൽ ഗ്ലൂക്കോസ് വേണം, മെച്യൂർ RBCക്ക് ഗ്ലൂക്കോസ് തന്നെ കിട്ടണം, റീനൽ കോർട്ടക്സിന് ഗ്ലൂക്കോസ് വേണം, ടെസ്റ്റിസിന് വേണം, കണ്ണില് വേണം, കോർണിയ. സോ ഇവരൊക്കെ ഗ്ലൂക്കോസ് തന്നെ കിട്ടണം. സോ നമുക്ക് ഗ്ലൂക്കോസ് ഉണ്ടാക്കിയേ പറ്റൂ. ആൻഡ് ഇത് നടക്കുന്നത് പ്രധാനമായിട്ടും ലിവറിലാണ്. ഒരു 90% അല്ലെങ്കിൽ 60 to 90% ലിവറിലാണ് നടക്കുക. പിന്നെ നടക്കുന്നത് റീനൽ കോർട്ടക്സിലാണ് 10 to 40%. ഇൻറ്റസ്റ്റൈനിലും കുറച്ച് നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. ആൻഡ് ഇവിടെയുള്ള സൈറ്റോസോളിലും നടക്കാം. ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ ദ സൈറ്റോസോൾ ആൻഡ് ഓൾസോ ഇൻ ദ മൈറ്റോകോൺട്രിയ. 2 സ്ഥലത്തും കൂടിയാണ് നടക്കുക. അപ്പോൾ ഇവിടെ നിന്നെല്ലാം ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത് എന്ന് ചോദിച്ചാൽ, 1 ഈസ് ഫ്രം ലാക്ടേറ്റിൽ നിന്നാണ്. ലാക്റ്റിക് ആസിഡിൽ നിന്ന് നമ്മൾ ഗ്ലൂക്കോസ് ഉണ്ടാക്കും. ദെൻ ട്രൈഗ്ലിസറൈഡ് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഗ്ലിസറോൾ എന്ന് പറയുന്ന സംഭവം കിട്ടും. സോ ഗ്ലിസറോളിൽ നിന്ന് നമുക്ക് ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെടുക്കും. ദെൻ ഫാറ്റി ആസിഡിൽ നിന്ന് അതിന്റെ ഓഡ് ചെയിൻ ഫാറ്റി ആസിഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് പ്രൊപ്പിയോണൈൽ കോ എൻസൈം എ കിട്ടും. അതിൽ നിന്ന് നമുക്ക് ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെടുക്കാം. ദെൻ ഡിഫറെന്റ് അമിനോ ആസിഡ്സ്, നമ്മൾ അതിനെ ഗ്ലൂക്കോജെനിക് അമിനോ ആസിഡ് എന്നാണ് വിളിക്കുക. അലാനിൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട അമിനോ ആസിഡ്. ആൻഡ് ഉണ്ടാക്കാൻ പറ്റാത്തതും പറഞ്ഞേക്കാം ലൂസിൻ ആണ്. ലൂസിൻ നമുക്കറിയാം ഇറ്റ് ഈസ് കീറ്റോജനിക്, എക്സ്ക്ലൂസീവ്ലി കീറ്റോജനിക് ആണ്. ബാക്കിയെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. സോ ഇത് 4 നമ്മുടെ പ്രധാനപ്പെട്ട സോഴ്സസ്. ഗ്ലൂക്കോനിയോജെനിസിസ് പറയാനായിട്ട് നമുക്ക് ആദ്യം ഗ്ലൈക്കോളിസിസ് നമുക്ക് എന്താണെന്ന് അറിയാം. ഗ്ലൈക്കോളിസിസ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഗ്ലൂക്കോനിയോജെനിസിസ് പറയാൻ പറ്റൂ. സോ ഗ്ലൈക്കോളിസിന്റെ 10 സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞത്, ആദ്യം ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആക്കുന്നു എന്നതാണ്. ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ്. ഇതിനെ നമ്മൾ റിവേഴ്സിബിൾ ആണ്. ഇതിനെ നമ്മൾ ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ആക്കുന്നു. അടുത്ത സ്റ്റെപ്പിൽ ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റ് ആക്കുന്നു. ബിസ്ഫോസ്ഫേറ്റ് ആക്കണം. ദെൻ ഇത് ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ്. 2 കാര്യങ്ങളായിട്ടാകും. ഒന്ന് ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആകും, 2 ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും ആകും. ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം. സോ ഇതാണ് 4ാമത്തെ 5ാമത്തെ സ്റ്റെപ്പ്. 6ാമത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞത് ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റിനെ 1,3-ബിസ്ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത സ്റ്റെപ്പ് 7ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ 3-ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആക്കുന്നു. അതിന് നമ്മൾ 2-ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആക്കുന്നു. ദെൻ ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ആക്കുന്നു. ദെൻ നമ്മൾ പൈറുവേറ്റ് ആക്കിയിട്ട് നമ്മൾ അസറ്റൈൽ കോയെ, പിന്നെ TCA സൈക്കിൾ. ഇതാണ് നമ്മുടെ സ്റ്റെപ്പുകൾ. ആൻഡ് ഇതിൽ 1ാമത്തെയും 3ാമത്തെയും ആൻഡ് ഓൾസോ 10ാമത്തെയും ഈ 3 സ്റ്റെപ്പും 1, 3 and 10 ആർ റിവേഴ്സിബിൾ സ്റ്റെപ്പുകളാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്ലൂക്കോസ് ടു ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ്. അത് നടത്തണമെങ്കിൽ ഹെക്സോകൈനേസ് അല്ലെങ്കിൽ ഗ്ലൂക്കോകൈനേസ് നമുക്ക് വേണം. ആൻഡ് ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റിനെ ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റ് ആക്കാനായിട്ട് നമുക്ക് ഫോസ്ഫോ ഫ്രക്ടോകൈനേസ് 1 നമുക്ക് വേണം. ദെൻ ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റിനെ പൈറുവേറ്റ് ആക്കാനായിട്ട് പൈറുവേറ്റ് കൈനേസ് നമുക്ക് വേണം. സോ
ഈ 3 സ്റ്റെപ്പാണ് നമ്മൾ ഇറിവേഴ്സിബിൾ ആണ് എന്ന് നമ്മൾ പറയും. സോ നമ്മൾ ഇവിടെ നിന്ന് പൈറുവേറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആകണമെങ്കിൽ ഈ 3 സ്റ്റെപ്പും, ഈ സ്റ്റെപ്പിനെ ബൈപ്പാസ് ചെയ്യണം, ഈ സ്റ്റെപ്പിനെ ബൈപ്പാസ് ചെയ്യണം, ഈ സ്റ്റെപ്പിനെയും ബൈപ്പാസ് ചെയ്യണം, അല്ലെങ്കിൽ തടസ്സങ്ങളുണ്ട് നമുക്ക്. സോ ഇത് 3 മറികടക്കുന്നതാണ് ഗ്ലൂക്കോജെനിസിസിൽ നമ്മൾ പഠിക്കുന്ന സ്റ്റെപ്സ് ആൻഡ് ഫങ്ഷൻസ്. സോ അപ്പോൾ 4 എൻസൈംസ് നമ്മൾ പഠിക്കും, മൊത്തം 6 ATP ചെലവായി എന്നും നമ്മൾ പറയും. സോ നമുക്ക് ആദ്യം ഈ ലാസ്റ്റ് സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് നോക്കാം. ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ആവുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് ആവുന്നുണ്ട്. പക്ഷെ പൈറുവേറ്റിന് തിരിച്ചാകാൻ പറ്റില്ല, ഇറിവേഴ്സിബിൾ ആണ്. ഇതാണ് പ്രശ്നം. സോ നമ്മളപ്പോൾ ഈ പൈറുവേറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? കാർബോക്സിലേറ്റ് ചെയ്യും. സോ പൈറുവേറ്റിനെ നമ്മൾ കാർബോക്സിലേഷൻ നടത്തും. ഏത് കാർബോക്സിലേഷൻ നടത്താനായിട്ട് നമുക്ക് ABC വേണം. A for ATP ആണ്, ആൻഡ് B for ബയോട്ടിൻ നമുക്ക് വേണം, ആൻഡ് C for കാർബൺ ഡൈ ഓക്സൈഡ്. സോ ഇത് 3 ഉണ്ടെങ്കിൽ നമുക്കതിനെ കാർബോക്സിലേഷൻ നടത്താം. കാർബോക്സിലേഷൻ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓക്സാലോ ആസിറ്റേറ്റ് ആണ്. അപ്പൊ നമുക്ക് TC സൈക്കിളിൽ ഇവിടെ ഉണ്ടായിരുന്ന ഓക്സാലോ ആസിറ്റേറ്റ് നമുക്ക് കിട്ടും. പക്ഷെ ഇത് മൈറ്റോകോൺട്രിയയുടെ അകത്താണ്. ഓക്സാലോ ആസിറ്റേറ്റിന് മൈറ്റോകോൺട്രിയയുടെ അകത്ത് പുറത്തിറങ്ങാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? ഓക്സാലോ ആസിറ്റേറ്റിനെ നമ്മൾ മാലിയേറ്റ് ആക്കി പുറത്തിറക്കിയിട്ട് മാലിയേറ്റിനെ നമ്മൾ വീണ്ടും ഓക്സാലോ ആസിറ്റേറ്റ്. സോ നമ്മൾ അങ്ങനെ ഓക്സാലോ ആസിറ്റേറ്റ് ആക്കി. സോ അപ്പൊ ഇവിടെ ഇതിന് വേണ്ട എൻസൈം ഈസ് പൈറുവേറ്റ് കാർബോക്സിലേസ്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് എൻസൈം നമുക്ക് വേണ്ട. പൈറുവേറ്റ് കാർബോക്സിലേസ് ഉണ്ടെങ്കിൽ പൈറുവേറ്റ് നമുക്ക് ഓക്സാലോ ആസിറ്റേറ്റ് ആക്കാം. ഇനി ഈ ഓക്സാലോ ആസിറ്റേറ്റിനെ നമുക്ക് ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ആക്കാനായിട്ട് ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് കാർബോക്സി കൈനേസ് വേണം. കാർബോക്സി കൈനേസ് എന്ന് പറയുന്ന ഒരു ഉണ്ടെങ്കിൽ നമുക്ക് ഈ പരിപാടി നടത്താം. പക്ഷെ നമ്മളൊരു GTP നമ്മൾ കൊടുക്കണം എന്ന് മാത്രം. സോ ഇതാണ് അപ്പൊ സെക്കൻഡ് എൻസൈം. സോ ഫസ്റ്റ് എൻസൈം പൈറുവേറ്റ് കാർബോക്സിലേസ്, സെക്കൻഡ് എൻസൈം PEP കാർബോക്സിൽ കൈനേസ് ആണ്. സോ ഇപ്പൊ നമുക്ക് എന്തായി? ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് നമുക്ക് കിട്ടി. ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ആണെങ്കിൽ ഇതെല്ലാം ഈ സ്റ്റെപ്പ് എല്ലാം റിവേഴ്സിബിൾ ആണ്. സോ നമുക്ക് തിരിച്ച് ഇവിടം വരെ ആക്കാം. തേർഡ് സ്റ്റെപ്പ് വരെ ഓക്കെ ആയി, എല്ലാം റിവേഴ്സിബിൾ ആണ്. ബിക്കോസ് ഇനി തേർഡ് സ്റ്റെപ്പ് നമ്മൾ ബാക്ക് ഒക്കെ കഴിഞ്ഞാൽ ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിലെ ഒരു ഫോസ്ഫേറ്റ് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആക്കാൻ പറ്റും. സോ അതിന് നമുക്ക് ഒരു എൻസൈം ഉണ്ട്, ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫറ്റേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ടെങ്കിൽ ഒരു ഫോസ്ഫേറ്റ് മാറ്റി നമുക്ക് ഈ സ്റ്റെപ്പ് ഇങ്ങോട്ടേക്ക്. സോ തേർഡ് സ്റ്റെപ്പ് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് ദിസ് ഈസ് സംഭവം റിവേഴ്സിബിൾ ആണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് വരെ എത്താൻ തടസ്സമില്ല. സോ ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് കൂടി റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഗ്ലൂക്കോസ്. സോ ഇതിനെ ഈ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിനെ നമ്മൾ ഗ്ലൂക്കോസ് 6 ഫോസ്ഫറ്റേസ് എന്ന് പറയുന്ന ഒരു എൻസൈം. ഇപ്പൊ ATP നമുക്ക് ഫോസ്ഫേറ്റ് ഇവിടെ നമുക്ക് കിട്ടും, ആൻഡ് ഇതുവഴി നമുക്ക് ഗ്ലൂക്കോസ് ആക്കാം. ഓക്കെ, അപ്പൊ സംഭവം സക്സസ് ആയി. നമുക്ക് ഈ സ്റ്റെപ്പും റിവേഴ്സ് ചെയ്യും. സോ 3 റിയാക്ഷൻസ് റിവേഴ്സ് ചെയ്യാനായിട്ട് നമുക്ക് 4 പ്രധാനപ്പെട്ട എൻസൈം വേണം. ആൻഡ് ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ റിവേഴ്സ് ചെയ്യാനായിട്ട് നമ്മൾ പൈറുവേറ്റിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് നമുക്ക് 2 എൻസൈം ഉപയോഗിച്ചു. പൈറുവേറ്റ് കാർബോക്സിലേസ് ഉപയോഗിച്ചു, PEP കാർബോക്സിൽ കൈനേസ് നമ്മൾ ഉപയോഗിച്ചു. ഇവിടെ നമ്മൾ GTP കൊടുത്തു, ഇവിടെ നമ്മൾ ATP കൊടുത്തു. ഇനി നമുക്ക് ഇവിടെയും ഒരു ATP വേണം. ഇവിടെ ATP വേണം ബിക്കോസ് 3 ഫോസ്ഫോഗ്ലിസറേറ്റ് ആണ്. അതിൽ നമ്മൾ 1,3 ഫോസ്ഫോഗ്ലിസറേറ്റ് ആക്കി മാറ്റണമെങ്കിൽ ഇവിടെ നമ്മൾ ഒരു ഫോസ്ഫേറ്റ് കൊടുക്കണം. സോ ഇവിടെ നമുക്കൊരു ATP ചെലവായിട്ടുണ്ട്. സോ അങ്ങനെ 3 ATP ചെലവായി. അപ്പോൾ മൊത്തം 6 ATP നമുക്ക് ചെലവാകും. സോ ഇതൊരു എനർജി കൺസംഷൻ പ്രോസസ് ആണ് ഗ്ലൂക്കോനിയോജെനിസിസ്. ചെലവുള്ള പ്രോസസ് ആണ് ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന് പറയും. അപ്പോൾ ഇനി നമുക്ക് പറയേണ്ടത്, അങ്ങനെ ഉണ്ടാക്കിയ ഗ്ലൂക്കോസിനെ നമുക്ക് ബ്ലഡിൽ എത്തിക്കാം, ബ്ലഡിൽ നിന്ന് ബാക്കി ടിഷ്യൂസിലേക്ക് വീണ്ടും പൊക്കോളൂ. അപ്പോൾ ഇനി നമുക്ക് പറയേണ്ടത് ലാക്ടോസിനെ എങ്ങനെ ഗ്ലൂക്കോസ് ആക്കും, പ്രൊപ്പിയോണൈൽ കോയനെ ഗ്ലൂക്കോസ് ആക്കും, ഗ്ലിസറോളിനെ എങ്ങനെ ആക്കും, അമിനോ ആസിഡിനെ എങ്ങനെ ആക്കും. സോ ഈ പറഞ്ഞ റിയാക്ഷൻസ് അവിടെ എല്ലാം എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് നമുക്ക് പറയേണ്ടത്. ആദ്യം നമുക്ക് ലാക്ടേറ്റിൽ നിന്ന് എങ്ങനെയാണ് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ലാക്ടേറ്റ് ഉണ്ടാകുന്നത് പൈറുവേറ്റിൽ നിന്നാണ്. പൈറുവേറ്റിൽ നിന്ന് ലാക്ടേറ്റ് ഉണ്ടാകുന്നത് അനൈറോബിക് ഗ്ലൈക്കോളിസിസ് വഴിയാണ്. ആൻഡ് ഈ ലാക്ടേറ്റിൽ നിന്ന് തിരിച്ച് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നതിനെ നമ്മൾ കോറി സൈക്കിൾ എന്ന് നമ്മൾ വിളിക്കും. ആൻഡ് ഇത് ഉണ്ടാവുന്നത് മസിലാണ്, അല്ലെ, മസിലും. സോ മസിലിൽ നിന്ന്, സ്കെലിറ്റൽ മസിലിൽ നിന്നും എർത്രോസൈറ്റ്സിൽ നിന്നും ഉണ്ടാകുന്ന ലാക്ടേറ്റിനെ നമ്മൾ ആദ്യം ലിവറിലേക്കാണ് എത്തുക. ലിവറിലെത്തുന്ന ലാക്ടേറ്റിനെ നമ്മൾ കിഡ്നിയിലേക്ക് മാറ്റാം. കിഡ്നിയിലേക്ക് കൊണ്ടുപോയിട്ട് ഈ ലാക്ടേറ്റിനെ നമ്മൾ പൈറുവേറ്റ് ആക്കി മാറ്റാം. ലാക്ടേറ്റ് പൈറുവേറ്റ് ആകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോസസ് വഴി ഗ്ലൂക്കോസ് ആക്കാം. സോ ലാക്ടേറ്റിനെ പൈറുവേറ്റ് ആക്കാനായിട്ട് നമുക്ക് ലാക്ടേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന എൻസൈം വഴി ഇവിടെ നമുക്ക് NAD+ ഈസ് കൺവേർട്ടഡ് ടു NADH+, H+ ആയിട്ട് മാറുന്നുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഗ്ലൈക്കോളിസിസ്. സോ നമ്മൾ പൈറുവേറ്റ് ആക്കി പിന്നെ പഴയ സ്റ്റെപ്പ്, ഇപ്പം നേരത്തെ പറഞ്ഞ ആ സ്റ്റെപ്പുകൾ വഴി നമുക്ക് സംഭവം തിരിച്ച് ഗ്ലൂക്കോസ് ആക്കാം. പിന്നെ അടുത്തത് പ്രൊപ്പിയോണൈൽ കോയെ പറ്റിയാണ്. പ്രൊപ്പിയോണൈൽ കോയയിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണ് ഈ പ്രൊപ്പിയോണൈൽ കോയ എന്ന് വെച്ചാൽ, ഇത്
ഓഡ് ചെയിൻ ഫാറ്റി ആസിഡ്, ഓഡ് ചെയിൻ എന്ന് വെച്ചാൽ 13, 15 അങ്ങനെയൊക്കെയുള്ള ഓഡ് ചെയിൻ ഫാറ്റി ആസിഡിൽ നിന്ന് കിട്ടുന്നതാണ്. ഇതിന്റെ ഓക്സിഡേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് അസറ്റൈൽ കോയയും കിട്ടും, പ്രൊപ്പിയോണൈൽ കോയയും. നമുക്ക് ഇവിടെ ഈവൻ ചെയിൻ ഫാറ്റി ആസിഡ് ആണെങ്കിൽ അസറ്റൈൽ കോയ ആയിരിക്കും, നമുക്ക് ഈ ഓഡ് ചെയിൻ ആയതുകൊണ്ട് പ്രൊപ്പിയോണൈൽ കോയയും നമുക്ക് കിട്ടുന്നു. ആൻഡ് ഈ പ്രൊപ്പിയോണൈൽ കോയയെ നമ്മൾ കാർബോക്സിലേറ്റ് ചെയ്യുന്നു. കാർബോക്സിലേഷൻ നടത്താനായിട്ട് നമുക്ക് 3 കാര്യങ്ങൾ വേണം. ABC വേണം, ഒന്ന് ATP വേണം, B ബയോട്ടിൻ വേണം, കാർബൺ ഡയോക്സൈഡ്. 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പ്രൊപ്പിയോണൈൽ കോയ കാർബോക്സിലേസ് എന്ന് പറയുന്ന എൻസൈമും കൂടി നമ്മുടെ കയ്യിലുണ്ടെങ്കിലോ സോ പ്രൊപ്പിയോണൈൽ കോയ കാർബോക്സിലേസ്. സോ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുക ഡീമീഥൈൽ മെലോണൈൽ കോയ ഇല്ലെങ്കിൽ മീഥൈൽ മെലോണൈൽ കോയെ ഉണ്ടായി എന്ന് പറയാം. ദെൻ ഇതിനെ നമ്മൾ റെസിനേസ് ചെയ്യുന്നുണ്ട്. ദെൻ പിന്നെന്താ മ്യൂട്ടേസ് എന്നൊക്കെ പറഞ്ഞ എൻസൈംസ് വിത്ത് വൈറ്റമിൻ B12 കൂടി സഹായത്തോടു കൂടി നമ്മൾ ഉണ്ടാക്കുന്നത് സക്സിനൈൽ കോയയാണ്. സക്സിനൈൽ കോയ എന്ന് പറയുമ്പോൾ ഈ ട്രൈസൈക്ലിക് ആസിഡ് സൈക്കിളിലെ ഒരു സംഭവമാണ്. സക്സിനൈൽ കോയ ഉണ്ടാകുന്നു. സക്സിനൈൽ കോയെ നമ്മൾ എന്ത് ചെയ്യുന്നു? സക്സിനേറ്റ് ആക്കുന്നു. സക്സിനേറ്റ് നമ്മൾ മാലേറ്റ് ആക്കുന്നു. മാലേറ്റ് ഫ്യൂമറേറ്റ് ആക്കുന്നു. ഫ്യൂമറേറ്റ് ഓക്സാലോഅസറ്റേറ്റ് നമ്മൾ പൈറുവേറ്റ് ആക്കുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്പിലൂടെ ഗ്ലൂക്കോസ് ആക്കും. സോ ഇതാണ് പ്രൊപ്പിയോണൈൽ കോയയെ നമ്മൾ ആക്കുക. സോ ഇത് നമ്മൾ TCA സൈക്കിൾ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള സക്സിനൈൽ കോയെ ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. ഇനി മൂന്നാമത്തെ നമ്മൾ പറഞ്ഞത് ഗ്ലിസറോൾ ആണ്. ഗ്ലിസറോളിൽ നിന്ന് നമുക്ക് ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെടുക്കാം. എന്താണ് ഗ്ലിസറോൾ? എവിടെ നിന്ന് കിട്ടും ഗ്ലിസറോൾ? നമ്മൾ ട്രൈഗ്ലിസറൈഡ് അല്ലെ, ട്രൈഗ്ലിസറൈഡ് വരയ്ക്കുന്ന ഇങ്ങനെയാണ് ട്രൈഗ്ലിസറൈഡ്. ഇത് ഫാറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. ഫാറ്റിനെ നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഫാറ്റി ആസിഡ് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നതാണ് ഗ്ലിസറോൾ എന്ന് പറയുന്നത്. സോ ഗ്ലിസറോളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഗ്ലിസറോൾ കൈനേസ് എന്ന് പറഞ്ഞ എൻസൈം. കൈനേസ് ഉപയോഗിക്കുമ്പോൾ മിക്കവാറും ഫോസ്ഫേറ്റ് പിടിപ്പിക്കലായിരിക്കും. നമ്മളിപ്പോൾ ഇതിനെ ഗ്ലിസറോൾ 3-ഫോസ്ഫേറ്റ് ആക്കി മാറ്റും. സോ അപ്പോൾ ഫോസ്ഫേറ്റ് കൊടുക്കണം, അപ്പോൾ ATP നമ്മൾ കൊടുക്കേണ്ടി വരും. ആൻഡ് ഗ്ലിസറോൾ 3-ഫോസ്ഫേറ്റിനെ നമ്മൾ എന്താക്കി മാറ്റാം? നമ്മൾ DHAP മാറ്റും. ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ആക്കുമ്പോഴത്തേക്കും നമുക്കൊരു NADH നമുക്ക് കിട്ടും. NAD+ നിന്ന് NADH നമുക്ക് കിട്ടും. ആൻഡ് ഇത് നമുക്കറിയാം, ഇതിന് ഇതായിട്ട് മാറാൻ പറ്റും. 3-ഗ്ലിസറോഫോസ്ഫേറ്റ് ആക്കി മാറ്റാൻ പറ്റും. സോ ഇത് ബാക്കോട്ടിങ് ഇങ്ങനെ അങ്ങോട്ട് പോകും. അങ്ങനെ നമുക്ക് ഗ്ലൂക്കോസ് കിട്ടും. ഇതാണ് ഗ്ലിസറോളിൽ നിന്നുണ്ടാക്കുക. സോ ദിസ് ഈസ് ഫ്രം ഗ്ലിസറോൾ. ഇനി അമിനോ ആസിഡിൽ നിന്ന് വെച്ചാൽ പ്രോട്ടീൻ പൊടിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന അമിനോ ആസിഡിൽ നിന്ന് നമുക്ക് ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെടുക്കാം. ഗ്ലൂക്കോജനിക് അമിനോ ആസിഡ്സ് എന്നാണ് പറയാ. പറ്റാത്ത ഒരു അമിനോ ആസിഡ് ഉണ്ടെങ്കിൽ അത് ലൂസിനാണ്. ലൂസിനിൽ നിന്ന് നമുക്ക് കീറ്റോൺ ബോഡീസ് ആണ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാം ഗ്ലൂക്കോജനിക് ആണ്. എങ്കിൽ തന്നെ ഏറ്റവും അധികം നമ്മൾ ഉണ്ടാക്കുന്നത് അലാനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിൽ നിന്ന്. സോ അലാനിനെ നമുക്ക് പൈറുവേറ്റ് ആക്കി മാറ്റാനായിട്ട് ട്രാൻസ് അമിനേഷൻ നടത്തിയാൽ മതി. ബൈ ട്രാൻസ് അമിനേഷൻ നമുക്ക് പൈറുവേറ്റ് ഉണ്ടാക്കാം. ഇനി പുറകിലേക്ക് അങ്ങ് പോയാൽ മതി. ഇനി മസിലിനകത്ത് പൈറുവേറ്റ് ട്രാൻസ് അമിനേഷൻ വഴി മസിലിനകത്ത് പൈറുവേറ്റ് ഉണ്ടാക്കുമ്പോൾ അത് ട്രാൻസ് അമിനേഷൻ വഴി അലാനിൻ ഉണ്ടാക്കും. ആൻഡ് ഈ അലാനിനെ നമ്മൾ ലിവറിൽ എത്തിച്ചിട്ട് വേണം നമ്മൾ ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ. സോ അലാനിനെ നമ്മൾ ഗ്ലൂക്കോസ് ഉണ്ടാക്കാനായിട്ട് ലിവറിൽ നമ്മൾ എത്തിക്കണം. സോ സ്റ്റാർവേഷൻ സമയത്ത് അപ്പോൾ അലാനിന്റെ എമൗണ്ട് വർദ്ധിക്കും, ശരീരത്തിനകത്ത് വർദ്ധിക്കും. സോ ഗ്ലൂക്കോസിൽ നിന്ന് അലാനിൻ ഉണ്ടായി, അലാനിൽ നിന്ന് വീണ്ടും ഗ്ലൂക്കോസ് ഉണ്ടാകുകയാണ്. സോ ഇതാണ് ഗ്ലൂക്കോസ് അലാനിൻ സൈക്കിൾ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഇതിന് വേറെ പേര് കാഹിൽ സൈക്കിൾ എന്നും നമ്മൾ വിളിക്കാം. കാഹിൽ സൈക്കിൾ. ഇനി മറ്റ് അമിനോ ആസിഡ്സ് ഗ്ലൂക്കോസ് ആവുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അത് ട്രൈസൈക്ലിക് ഇന്റർമീഡിയറ്റ്സ് ഇവിടെയാണ്. നമ്മൾ നേരത്തെ ഒരെണ്ണം പറഞ്ഞു, സക്സിനൈൽ കോയയിൽ നിന്നുണ്ടാക്കുന്നത് പോലെ എല്ലാം ഈ ഇന്റർമീഡിയറ്റ്സ്. ഉദാഹരണം, പൈറുവേറ്റ് ഉണ്ടാക്കാവുന്ന അമിനോ ആസിഡുകൾ പറഞ്ഞാൽ അലാനിൽ നിന്നുണ്ടാക്കാം, ഗ്ലൈസിനിൽ നിന്നുണ്ടാക്കാം, സിസ്റ്റീനിൽ നിന്നുണ്ടാക്കാം, സെറിൻ നിന്നുണ്ടാക്കാം, ത്രിയോണിൽ നിന്നുണ്ടാക്കാം, ദെൻ ട്രിപ്റ്റോഫാൻ പോലെയുള്ള അമിനോ ആസിഡിൽ നിന്നെല്ലാം നമുക്ക് എന്തുണ്ടാക്കാം? പൈറുവേറ്റ് ഉണ്ടാക്കിയെടുക്കാം. സോ ബാക്കോട്ട് പോകുക. ഇനി ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നത് ഗ്ലൂട്ടമേറ്റിൽ നിന്നുണ്ടാക്കാം, ആർജിനിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാം, ഹിസ്റ്റഡിനിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാം. സോ ഇതിൽ നിന്നെല്ലാം ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് ഉണ്ടാക്കാം. ഇനി സക്സിനൈൽ കോയ ഉണ്ടാക്കാനായിട്ട്, ഇവിടെയായിരുന്നു സക്സിനൈൽ കോയ നമ്മൾ പറഞ്ഞു. സക്സിനൈൽ കോയ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വാലിനിൽ നിന്നുണ്ടാക്കാം, ഐസോലൂസിനിൽ നിന്നുണ്ടാക്കാം, മെത്തിയോണിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാം. സോ ഇതിൽ നിന്നെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത് സക്സിനൈൽ കോയാണ്. ഇത് ഓക്സാലോഅസറ്റേറ്റ് ആകും, പിന്നെ പൈറുവേറ്റ് ആകും, അങ്ങനെ. ദെൻ ഫിനൈൽ അലാനിനിൽ നിന്നും ടൈറോസിനിൽ നിന്നും നമുക്ക് ഫ്യൂമറേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതും ഓക്സാലോഅസറ്റേറ്റ് ആയിക്കോളും. ദെൻ അസ്പാർട്ടിക് ആസിഡിൽ നിന്ന് നമുക്ക് ഓക്സാലോഅസറ്റിക് ആസിഡ് നേരിട്ടുണ്ടാകും. സോ ഈ TCA സൈക്കിൾ ഓർ ക്രബ് സൈക്കിൾ ഇന്റർമീഡിയറ്റ്സ് വഴി നമുക്ക് പൈറുവേറ്റ് ഉണ്ടാക്കി അതിൽ നിന്ന് നമുക്ക് വീണ്ടും റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. സോ ഇതെല്ലാം TCA സൈക്കിൾ ഇന്റർമീഡിയറ്റ്സ് ഉണ്ടായിട്ടാണ്. സോ അമിനോ ആസിഡിൽ നിന്നുണ്ടാക്കുന്നത് TCA സൈക്കിൾ ഇന്റർമീഡിയറ്റ്സ് ഉണ്ടാക്കിയിട്ടാണ്. അപ്പൊ ഇനി നമുക്ക് പറയേണ്ടത് ഇതിന്റെ റെഗുലേഷനെ പറ്റിയാണ്. റെഗുലേറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഈ പറഞ്ഞ
പറഞ്ഞ ഉണ്ടാക്കിയ 4 എൻസൈം പൈറുവേറ്റ് കാർബോക്സിലേസ്, PEP, കാർബോക്സിൽ കൈനേസ്, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റേസ് ആൻഡ് ഓൾസോ F16 ബിസ്ഫോസ്ഫേറ്റേസ്. ഈ എൻസൈമിനെ റെഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കാം. സോ 1 ഈസ് ബൈ ഇൻഡക്ഷൻ. ഇൻഡക്ഷൻ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺ, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്ന കോർട്ടിസോളൊക്കെ പോലെയുള്ള സംഭവങ്ങൾ, ഇതിന് രണ്ടിനും ഈ 4നെയും സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും, ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്ലൂക്കോ നിയോജെനിസിസ് ഉണ്ടാകും. ദെൻ റിപ്രഷനും പറ്റും. റിപ്രഷൻ ഈസ് ബൈ ഇൻസുലിൻ. ഇൻസുലിന് ഈ 4 എൻസൈമിനെയും റിപ്രസ് ചെയ്യാൻ പറ്റും. സോ ഗ്ലൂക്കോ നിയോജെനിസിസ് തടയാനായിട്ട് പറ്റും. സോ ഹോർമോണൽ റെഗുലേഷൻ എന്ന് പറയാം. ഇൻഡക്ഷൻ ആൻഡ് റിപ്രഷൻ ബൈ ഹോർമോൺസ്, ഹോർമോണൽ റെഗുലേഷൻ. അതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ ഒരു മെത്തേഡ് കോവാലന്റ് മോഡിഫിക്കേഷൻ ആണ്. കോവാലന്റ് മോഡിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ എൻസൈംസിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫോസ്ഫേറ്റ് പിടിപ്പിക്കുക, അപ്പോൾ ഇത് ആക്റ്റീവ് ആകും. സോ ഇൻക്രീസ്ഡ് സൈക്ലിക് AMP, സെല്ലിനകത്ത് സൈക്ലിക് AMP കൂടിക്കഴിഞ്ഞാൽ ഈ എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യാം, നമുക്ക് ഗ്ലൂക്കോ നിയോജെനിസിസ് വർദ്ധിപ്പിക്കാം. മൂന്നാമത്തത് ഈസ് ബൈ അല്ലോസ്റ്റെറിക് റെഗുലേഷൻ ആണ്. അല്ലോസ്റ്റെറിക് റെഗുലേഷൻ എന്ന് വെച്ചാൽ ഈ അസറ്റൈൽ CoA ഇവിടെ ഉണ്ടാകുന്ന അസറ്റൈൽ CoA TC സൈക്കിളിനൊക്കെ ഉണ്ടാകുന്ന അസറ്റൈൽ CoA, ഇറ്റ്സ് ആൻ അല്ലോസ്റ്റെറിക് ആക്ടിവേറ്റർ ഓഫ് ദിസ് പൈറുവേറ്റ് കാർബോക്സിലേസ് ആൻഡ് പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസിന്റെ ഇൻഹിബിറ്റർ കൂടിയാണ്. ഒരേ സമയം പ്രൊമോട്ട് ചെയ്യുകയും മറ്റേതിനെ തടയുകയും ചെയ്യും. Then fructose 1,6 bisphosphate is an allosteric inhibitor of fructose 6 bisphosphatase. Fructose 1,6 bisphosphatase നെ നമുക്ക് fructose 2,6 bisphosphate, fructose 2,6 bisphosphate അതിന് തടയാനായിട്ട് പറ്റും. So this by allosteric regulation. ഇനി നമുക്ക് നിർത്തുന്നതിന് മുമ്പ് അവസാനമായിട്ട് മദ്യം, ഈഥൈൽ ആൽക്കഹോൾ. മദ്യം എന്തുകൊണ്ട് ഗ്ലൂക്കോനിയോജെനിസിസിനെ തടയുന്നു എന്ന് നമുക്ക് നോക്കാം. എന്തുണ്ടാക്കുക മദ്യം? ആൽക്കഹോൾ കൂടിക്കഴിഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആൽക്കഹോൾ ഈ ഗ്ലൂക്കോനിയോജെനിസിസിനെ തടയുന്ന പണിയുണ്ട്. സോ ആൽക്കഹോൾ നമുക്കറിയാം, ആൽക്കഹോൾ ആദ്യം ആൽഡിഹൈഡ് ആണ് ആകുക, അത് അസെറ്റാൽഡിഹൈഡ് ആണ്. അസെറ്റാൽഡിഹൈഡ് ആയിട്ട് പിന്നെ അതിന് നമുക്കൊരു എൻസൈം വേണം. എന്താണ്? ആൽഡിഹൈഡ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന എൻസൈം വേണം. സോ ഇവിടെ NAD പ്ലസ് കൺവേർട്ടഡ് ടു NADH ആയി മാറുന്നുണ്ട്. ദെൻ ഈ അസെറ്റാൽഡിഹൈഡ് അസെറ്റേറ്റ് ആയിട്ട് മാറുന്നുണ്ട്, അത് ആൽഡിഹൈഡ് ഡീഹൈഡ്രോജിനേസ് ആണ്, ഇത് ആൽക്കഹോൾ ഡീഹൈഡ്രോജിനേസ് ആണ്. ഇവിടെയും നമുക്ക് NADH ഉണ്ടാവുന്നുണ്ട്. സോ NADHന്റെ അളവ് വർദ്ധിക്കുന്നുണ്ട്. NODH വർദ്ധിച്ചു കഴിഞ്ഞാൽ ദിസ് പൈറുവേറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻടു ലാക്ടേറ്റ്. പൈറുവേറ്റ് ലാക്ടേറ്റ് ആയിട്ട് മാറുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഓക്സാലോ അസറ്റേറ്റും മാലേറ്റ് ആയിട്ട് മാറും. ഓക്സാലോ അസറ്റേറ്റ് ഈസ് ഓൾസോ കൺവേർട്ടഡ് ടു മാലേറ്റ് വെൻ ദർ ഈസ് ഇൻക്രീസ്ഡ് NADH. സോ പൈറുവേറ്റിന്റെ എമൗണ്ട് കുറയും. പൈറുവേറ്റിന്റെ എമൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ബാക്കിലേക്കുള്ള ഗ്ലൂക്കോനിയോജെനിസിസ് സ്റ്റെപ്പ് കുറയും. സോ ഡിക്രീസ് പൈറുവേറ്റ്. അതുകൊണ്ടാണ് ആൽക്കഹോൾ ക്യാൻ കോസ് ഓർ ഇൻഹിബിറ്റ് ദ ഗ്ലൂക്കോനിയോജെനിസിസ്. ആൾക്ക് ഹൈപ്പോഗ്ലൈസീമിയ, അമിതമായിട്ട് ആൽക്കഹോളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ടോക്സിറ്റിയൊക്കെ വരുമ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകുന്നത് ഇതുകൊണ്ട്. സോ ഇതാണ് ഒരു ക്ലിനിക്കൽ സിറ്റുവേഷൻ കൂടി പറഞ്ഞു നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. സോ ഗ്ലൂക്കോനിയോജെനിസിസിനെ കുറിച്ച് നമുക്ക് ഇത്രയാണ് പറയാനുള്ളത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.